മുഖ്യമന്ത്രിയെ കാണാം. ഷഹീദ്, ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ഈ വരും ദിവസങ്ങളിലൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ദിവിഷ്, ഇന്ന് അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് പ്രഖ്യാപനത്തിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും CPM-ന്റെ സ്ഥാനാർത്ഥികൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അന്ന് രാത്രി തന്നെ വൈകിട്ട് പ്രഖ്യാപനം നടക്കുന്നു. അന്ന് രാത്രി തന്നെ റോഡ് ഷോയുമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ഇന്നലെയും മെനയാന്നുമുക്കായി റോഡ് ഷോകളായി രംഗത്ത് വന്നിരുന്നു. ഇന്ന് പിണറായി മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം എല്ലാവരും ചെയ്തതുപോലെ തന്നെ റോഡ് ഷോ ആയി അദ്ദേഹം തുറന്ന വാഹനത്തിൽ വരുന്നില്ല. അദ്ദേഹത്തിന്റെ കാറിൽ മുൻസീറ്റിൽ നമുക്കിപ്പോൾ പിണറായിയെ കാണാം. മുൻസീറ്റിൽ നമ്മുടെ ഈ ക്യാമറയ്ക്ക് തൊട്ടു മുമ്പിലായി അദ്ദേഹമുണ്ട്. അവിടെ നിന്നും ഈ വിമാനത്താവളം വഴി കാറിൽ ഒരു റോഡ് ഷോ എന്ന രീതിയിൽ തന്നെ പിറകിൽ പ്രവർത്തകരുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നീങ്ങുകയാണ്. മണ്ഡലത്തിലേക്ക് വരുന്നു. അവിടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം വരും ദിവസങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിൽ തുടരുന്നുണ്ട്. മറ്റ് വിവിധ പരിപാടികൾ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്ത പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുക്കും. ഏറ്റവും പ്രധാനമായും ആളുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏറ്റവും ഇന്നലെയും ഇന്നുമായി CPM ജില്ലാ കമ്മിറ്റിയിൽ ഉരുണ്ടുകൂടിയ സ്ഫോടനാത്മകമായ സാഹചര്യം, CPM-ന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം TK ഗോവിന്ദൻ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അതൊരു ജില്ലാ കമ്മിറ്റി അംഗം എന്നതിലുപരിയായി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്റെ ഭാര്യക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടി വഴിവിട്ട നീക്കങ്ങൾ നടത്തി പാർട്ടി സംഘടനാ രീതിയെ അട്ടിമറിച്ചു. അല്ലെങ്കിൽ ആ രീതിയിൽ സ്ഥാനാർത്ഥിത്വ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുന്ന രീതി അദ്ദേഹം പെരുമാറി. അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള സ്വാർത്ഥമായ സാമ്പത്തിക താല്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ചില ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ അതിഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഉയർത്തിക്കഴിഞ്ഞു. അദ്ദേഹം പാർട്ടി വിട്ടുകഴിഞ്ഞു. അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. അതിനെ ഒരുപക്ഷെ UDF പിന്തുണയ്ക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യമുണ്ട്. ധർമ്മടത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിലുപരിയായി മുഖ്യമന്ത്രി നേരിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നത് സ്വാഭാവികമായും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് മുഖ്യമന്ത്രിയായാലും മറ്റ് ഏത് ഭരണ തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാലും പതിവിന് വിപരീതമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുമായി സംവദിക്കേണ്ട സാഹചര്യമുണ്ട്. പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം അല്ലെങ്കിൽ അവരുമായി സംവദിക്കേണ്ടതുണ്ട്. ഈ സമയങ്ങളിൽ ഈ TK ഗോവിന്ദൻ ഉയർത്തിവിട്ട ആരോപണങ്ങളോട് പിണറായി വിജയൻ എന്തു മറുപടി പറയുന്നു, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും കേരളം ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം TK ഗോവിന്ദൻ പാർട്ടി പ്രവർത്തകരുടെ കൂടെ പ്രത്യേകിച്ചും നേതൃതലത്തിൽ പലരും അതേക്കുറിച്ച് തുറന്നു പറയാതിരിക്കുന്നതാണ്. താൻ തുറന്നു പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ തരത്തിൽ പാർട്ടിയെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് TK ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും അതിലുപരിയായി സംസ്ഥാനത്ത് തന്നെ ഈ തുടർഭരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. മൂന്നാം ടേമും പിണറായി അല്ലെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുന്ന അവകാശവാദം LDF മുന്നോട്ട് വെക്കുന്നു. എന്ത് വിധേനയും ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി UDF അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ഈ തീപാറുന്ന പോരാട്ടത്തിൽ മുഖ്യമന്ത്രി എന്തു നിലപാടുകൾ, എന്തു സംസാരിക്കുന്നു, എന്താണ് മണ്ഡലത്തിലുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശത്തിലുപരി കേരളത്തോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്നു. ഇവിടുത്തെ വോട്ടർമാർ കാത്തിരിക്കുന്നുണ്ട്. അതിനെല്ലാമുള്ള വേദി ഒരുങ്ങുകയാണ്, അതിനെല്ലാമുള്ള കളമൊരുങ്ങുകയാണ് ഈ ധർമ്മടം മണ്ഡലത്തിലൂടെ. അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി ചുവന്ന പതാകയുമായി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുന്നു. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ധർമ്മടം മണ്ഡലത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. അവിടെ വലിയ പ്രവർത്തകർ കൂട്ടം കൂടി അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ധർമ്മടത്ത് അദ്ദേഹം കളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഈ CPM-നെതിരെയുള്ള ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ തരത്തിലുള്ള TK ഗോവിന്ദൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾ, പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ, തുടർഭരണത്തിന് വേണ്ടി ഏത് ഫോർമുലയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രചരണത്തിന് CPM മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്, എന്ത് കാര്യമാണ് പറയുന്നത് എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനമായും ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുമ്പോൾ ഇടതുപക്ഷ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് സംസ്ഥാനത്തുടനീളം പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹമാക്കി മാറ്റിയത് കണ്ണൂരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ഇന്നലെ TK ഗോവിന്ദൻ അടക്കം രംഗത്ത് വന്ന് വളരെ ശക്തമായ ഒരു കലാപം പാർട്ടിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു വിമത സ്വരങ്ങൾക്കുള്ള മറുപടി കൂടി പറയേണ്ടി വരുമോ, അതോ കൃത്യമായി ഈ വികസന നേട്ടങ്ങൾ, സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്, പ്രതിപക്ഷത്തിനെതിരായ ആക്രമണങ്ങൾ അതിൽ ഒതുക്കി നിർത്തുകയായിരിക്കുമോ LDF-ന്റെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രം?
ദിവിഷ്, ഇക്കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ മറുപടി പറയും. ഏതായാലും ടി കെ ഗോവിന്ദന്റെ മറുപടി പറയാൻ വേണ്ടി പാർട്ടി ഇന്ന് അവിടെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ പ്രാദേശികമായി അവിടെ മറുപടി പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതും കടന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കണ്ണൂരിൽ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് പ്രാദേശികമായി അവിടെ ടി കെ ഗോവിന്ദന്റെ ചുറ്റുവട്ടത്ത് മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ, അതല്ല പാർട്ടിയിലെ ജില്ലയെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിയിലേക്ക് പാർട്ടി പോകണമോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വേദികൾ നിരന്തരമായി പ്രസംഗം അല്ലെങ്കിൽ ആ തരത്തിലുള്ള പൊതുവേദികൾ ഉണ്ടാകുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആ വേദികൾ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഈ ടി കെ ഗോവിന്ദൻ ഉയർത്തിവിട്ട ഈ ആരോപണങ്ങൾ പാർട്ടിയെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ CPM-ന്റെ ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെ ഇത്തരത്തിലുള്ള മറുപടികളും അതിനുള്ള വിശദീകരണങ്ങളും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പ്രാഥമികമായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടി കെ ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷത്തിന് മൂന്നാം ടേമും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ പ്രധാനപ്പെട്ടാണ്. ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ആളുകൾ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളതും വളരെ ആകാംക്ഷയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്ത് പറയുന്നു, സ്വാഭാവികമായും ധർമ്മട മണ്ഡലത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രി സംസ്ഥാനത്തുടനീളം പ്രചരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിന് നാന്ദി കുറിക്കുകയാണ് ഇപ്പോൾ ധർമ്മടത്ത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ 50,000-ലധികം വോട്ടിന് വിജയിച്ച സ്ഥലമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല കോട്ടകളും ആടിയുലഞ്ഞപ്പോഴും അട്ടിമറിഞ്ഞപ്പോഴും വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തിന് തന്നെ നിലനിന്ന മണ്ഡലമാണ് ഈ ധർമ്മടം. വലിയ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും ഇവിടെ തിരിച്ചടികൾ CPM-ന് നേരിട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ഉറച്ച കോട്ടയിലാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും മൂന്നാം ടേമിൽ അധികാരം ഉയർത്തുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രചരണ രംഗത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആവേശം ഒട്ടും ചോരാതെ തന്നെ പ്രവർത്തകർ അതിന് പിന്നിൽ അണിനിരക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രചരണ രീതിയാണ് CPM ഉപയോഗിക്കുക, മുഖ്യമന്ത്രി ഉപയോഗിക്കുക, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, വിമർശനങ്ങൾ, പ്രത്യേകിച്ചും VD സതീശൻ പറഞ്ഞിട്ടുണ്ട് ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസങ്ങൾ കൂടി എന്ന അതിരൂക്ഷമായ രീതിയിലുള്ള കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ അമ്പുകളുണ്ട്. ഇതിനെയൊക്കെ ഏത് തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നത്? ഏതായാലും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇനി നേർക്കുനേർ പോരാട്ടമാണ്. മുഖ്യമന്ത്രി LDF-ന്റെ പടനായകൻ തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇനി ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. അത് ഏതൊക്കെ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ജില്ലയിൽ തന്നെ CPM-നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് CPM പ്രതിരോധിക്കും, ഏത് രീതിയിൽ മറുപടി പറയും എന്നുള്ള കാര്യം ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യാൻ വേണ്ടി റോഡരിയിൽ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്നു. അദ്ദേഹത്തിന് കൈ വീശി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. കുട്ടികളുമായി അങ്ങനെ എല്ലാവരുമായി എത്തിയ ആളുകളുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തകരെ ഇപ്പോൾ വാഹനം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രചരണ വാഹനത്തിൽ, അല്ലെ മുഖ്യമന്ത്രി കയറിയ വാഹനത്തിന് തൊട്ടുപിറകിലായാണ് നമ്മുടെ ക്യാമറയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആൾക്കൂട്ടം ഒരു ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരുന്നു. മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്നുണ്ടായിരുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നുണ്ടായിരുന്നു. വാഹനം മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിൽ ഈ മണ്ഡലത്തിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു, അവരുമായി സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ ധർമ്മടത്ത് ഇറങ്ങിയ മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കും ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ക്യാമ്പയിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ ടി കെ ഗോവിന്ദൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കെല്ലാം ഈ പ്രചരണ വേദി സമയത്ത് മുഖ്യമന്ത്രി മറുപടി പറയുമോ, മറുപടി പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും മറുപടി? പ്രത്യേകിച്ചും ടി കെ ഗോവിന്ദൻ ഇന്ന് അല്പസമയം മുമ്പാണ് മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. ജില്ലയിൽ പാർട്ടിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും അറിയുന്നയാളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ അനീതി അറിഞ്ഞില്ല? ഈ പാർട്ടി സംഘടനയിലെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഈ രീതിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ താല്പര്യക്കാർക്ക്, ബന്ധുവിന്, ഭാര്യയ്ക്ക് ഈ രീതിയിൽ സീറ്റ് കൈമാറ്റം ചെയ്തതിനെ കുറിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടിയില്ല? എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ടി കെ ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇത് മുഖ്യമന്ത്രിയുമൊക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ടി കെ ഗോവിന്ദൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അണ്ണടച്ചിരിക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധേയമായിരിക്കും. ഈ തരത്തിൽ പല പല ചോദ്യങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം വേദി ധർമ്മടത്ത് പിണറായി ഇറങ്ങുമ്പോൾ പല പല ചോദ്യങ്ങൾക്ക് കേരളം കാതോർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ആളുകളുമായിട്ട് നേരിട്ട് സംവദിക്കാനൊക്കെയുള്ള ഒരു ക്രമീകരണം എവിടെയാണ്?
ദിവിഷെ, അങ്ങനെ ഒരു പൊതുപരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പൊതു വേദിയോ പൊതുപ്രസംഗമോ ഒരു സ്ഥലത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമുക്കുള്ള വിവരം. ആളുകൾ പലയിടങ്ങളിലായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, അവർ അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം പിണറായിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പിണറായി ടൗണിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ സംഘാടകരുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പൊതുയോഗമോ അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി ജനങ്ങളുമായി സംസാരിക്കുന്ന അത്തരത്തിലുള്ള ഒരു പരിപാടികൾ എവിടെയും സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. റോഡിലൂടെ പിണറായി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.